മജിസ്ട്രേറ്റ് NV രാജുവിനെ തിരുത്തി സരിതയുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണൻ. സരിതയുടെ മൊഴി മുഴുവൻ മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നു. സരിത പറഞ്ഞ പേരുകൾ മജിസ്ട്രേറ്റ് ശ്രദ്ധിച്ചിരുന്നു. അഭിഭാഷക സേവനം സരിതയ്ക്ക് നിഷേധിച്ചുവെന്നും സോളാർ കമ്മീഷൻ മുൻപാകെ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും ഫെനി ബാലകൃഷ്ണൻ റിപ്പോർട്ടറിന്റെ എഡിറ്റേഴ്സ് അവറിൽ പറഞ്ഞു. സരിതയുടെ മൊഴിയിൽ പരാമർശിക്കപ്പെട്ട പേരുകൾ ശ്രദ്ധിക്കാനായില്ലെന്നും സരിത പറഞ്ഞതൊന്നും എഴുതിയെടുത്തില്ലെന്നുമുള്ള മജിസ്ട്രേറ്റ് NV രാജുവിന്റെ സോളാർ കമ്മീഷനിലെ മൊഴിക്ക് തിരുത്തുമായാണ് സരിതയുടെ അഭിഭാഷകനായ ഫെനി ബാലകൃഷ്ണൻ രംഗത്തെത്തിയിരിക്കുന്നത്. സരിതയുടെ മൊഴി പൂർണ്ണമായും മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയിരുന്നതായും സരിത പറഞ്ഞ പേരുകൾ ശ്രദ്ധിച്ചിരുന്നതായും ഫെനി ബാലകൃഷ്ണൻ റിപ്പോർട്ടറോട് പറഞ്ഞു. അതവിടെ ആ മൊഴി കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തിരുന്നു. അതാണ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയ റെക്കോർഡ് ചെയ്ത്. പിന്നെ അദ്ദേഹം അത് റെക്കോർഡ് ചെയ്തില്ല എന്ന് എന്തിനു പറയുന്ന അറിയില്ല. ബാക്കി കാര്യമെല്ലാം കറക്റ്റാണ് രാജു സാർ പറഞ്ഞത്. പിന്നെ പേരുകളും പറഞ്ഞിരുന്നു. അത് വ്യക്തമായിട്ട് എല്ലാവർക്കും കേൾക്കാത്ത രീതിയിലായിരുന്നു പറഞ്ഞത്. പിന്നെ അതും അദ്ദേഹം അത് കേട്ടില്ലെന്ന് പറഞ്ഞാൽ അതും ഈ രണ്ട് കാര്യത്തിലേ ഉള്ളൂ എനിക്ക് ഇച്ചിരി ഞാനത് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട്. സരിതയെ കാണാൻ അഭിഭാഷകനായി തന്നെ അനുവദിച്ചില്ലെന്നും സരിത തന്നെ പരാതി നൽകിയാൽ മതിയെന്നാണ് അറിയിച്ചതെന്നും ഫെനി കൂട്ടിച്ചേർത്തു. എനിക്ക് എന്റെ അഭിഭാഷകന്റെ സഹായം എനിക്ക് വേണമെന്ന് പറഞ്ഞു. ആദ്യമേ അദ്ദേഹം തരാമെന്ന് പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അടുത്ത ദിവസം അദ്ദേഹം വരാൻ പറഞ്ഞു. അന്ന് ലീവ് എടുത്തു. പിന്നെ ഞാൻ വന്നപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ റിജക്ടിങ് ദിസ് യുവർ പെറ്റീഷൻ. ഷീ ഈസ് ആൻ എഡ്യൂക്കേറ്റഡ് ലേഡി. ഷീ ഹെർസെൽഫ് ക്യാൻ draft a complaint and present before me, so she did not want any other help എന്ന് പറഞ്ഞിട്ട് എന്നെ അവിടുന്ന് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.